ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ത്രിബിളൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് എതിർക്കുന്നവർ എതിർക്കട്ടെ, തടസ്സങ്ങൾ ഉണ്ടായാലും ഇനി പിന്നോട്ടില്ല. എന്താ നോക്കിയാലോ? ഹെർമിറ്റാണ് ഓട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഹൈറോഫൻ്റാണ്. ഹൈറോഫൻ്റ് എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് എല്ലാം അനുസരിച്ച് പോകുന്നൊരു വ്യക്തിയാണ്. ഒരു അറിവ് പകർന്നു കൊടുക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ അടുത്ത് അറിവിനായിട്ടെല്ലാം എല്ലാവരും സമീപിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹൈറോഫൻ്റ് എന്ന് പറഞ്ഞാൽ വിവാഹത്തിൽ തന്നെ എത്തിച്ചേരുമെന്ന് ഉറപ്പിക്കാം. ഈ കാർഡ്സിലൂടെ വിവാഹത്തിൽ തന്നെ എത്തിച്ചേരും ഇവൻ. സ്പിരിച്വലായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു ആത്മബന്ധം തോന്നിയിട്ടുണ്ട് ഉള്ളൊരു കണക്ഷനായത്. സോൾ ടു സോൾ ബന്ധമാണ്, ഒരു പഴക്കം ചെന്ന ബന്ധമാണ്. ഒരു നല്ല ഗ്രോത്ത് എന്തായാലും ഇതിൽ ഉണ്ടാവും. അടുത്തത് എംബറസ് ആണ്. ഒരു എംബറസ് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം ഒരു മിതത്വത്തിൽ ടെമ്പറസ് ഒരു ബാലൻസായിട്ട് എല്ലാം ഒരു ബാലൻസായിട്ട് പോകുന്ന ഒരു ബന്ധമാണ്. ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാത്തൊരു വ്യക്തിയാണ് കേട്ടോ. ഒരു ക്രിയേറ്റീവായ കഴിവെല്ലാം ഉള്ളൊരു വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കണമെന്നാണ് നിങ്ങൾക്ക് തന്ന ആ ഒരു പവർ. അത് മറ്റുള്ളവർക്കും ഒരു സഹായമാവണം. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പം ആ ബൗണ്ടറി വെച്ച് നിൽക്കാൻ പഠിച്ചിട്ടുണ്ട്. ക്ഷമയോടുകൂടെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിനെ അവിടെ കാണുന്നത്. നിങ്ങളെ രണ്ടുപേരെയും യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ വിഷമങ്ങളും, ഇതുവരെയുള്ള എല്ലാ വിഷമങ്ങളും എല്ലാം ഹീലായി ആവുന്നുണ്ട്. ഒരു ബാലൻസായിട്ട് പോകുന്നൊരു ബന്ധമാണ്. അടുത്തത് ചാരിയറ്റാണ്. ആ വ്യക്തിൻ്റെ മനസ്സിൻ്റെ കൺട്രോൾ കൊണ്ടാണ്, നല്ല മനഃശക്തിയുള്ളൊരു വ്യക്തിയാണ്. അതാണ് ആ വ്യക്തി ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്ത് എതിർക്കുന്നവർ എതിർക്കട്ടെ, തടസ്സങ്ങൾ ഉണ്ടായാലും ഇനി പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ പിന്നെ പിന്നോട്ട് പിന്തിരിപ്പിക്കാൻ കഴിയില്ല.
എന്ത് തടസ്സങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് തന്നെ ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചാൽ മനഃശക്തി കൊണ്ടാണ്. ആ വ്യക്തിയുടെ ഇവിടെ കടിഞ്ഞാണില്ല, മനഃശക്തി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. ലക്ഷ്യത്തിലേക്ക് കുതിച്ചു ചെല്ലാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങളെ നേടാൻ തന്നെ ഒരു രാജാവിനെ പോലെ വരുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ തടയാൻ ആർക്കും കഴിയില്ല. ആ വ്യക്തി എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിക്കോട്ടെ, ആ വ്യക്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് തടസ്സങ്ങളുണ്ട് ഇവിടെ. രണ്ട് ചോയ്സ് ഉണ്ട്. എന്തായാലും ആ വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെ തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. വിവാഹം എന്തായാലും നടത്തിയെടുക്കും തന്നെ. മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും അത് മനഃശക്തി കൊണ്ട് നേരിടാൻ തീരുമാനിച്ചൊരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. ചിന്ത കൊണ്ടാണ് പോരാടുന്നത്. ഹൃദയം, ബുദ്ധി നിങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്, എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടെ വരുന്നൊരു വ്യക്തിനെയാണ് കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒന്ന് സംസാരിക്കാൻ ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ എന്തായാലും ഉള്ളത് സംസാരിച്ച് സോൾവ് ആക്കാൻ ആണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളെല്ലാം എൻഡാവും എന്നതാണ് ഈ ചാരിയറ്റ് കാർഡ് പറയുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും, നേടാൻ പറ്റും തന്നെ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ പരിഹരിച്ച് മുന്നോട്ട് വരാൻ ആ വ്യക്തി മനഃശക്തിയാലെ തീരുമാനിച്ചൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. അടുത്തത് 4 of Wands ആണ്. 4 of Wands എന്ന് പറഞ്ഞാൽ ഒരു എങ്ങനെയെല്ലാം വേണം എന്നെല്ലാം ആ വ്യക്തി, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷേ അതിനെല്ലാം എങ്ങനെ നേരിടാം, ബുദ്ധിപൂർവ്വം എങ്ങനെ നേരിടാമെന്ന് ഒരു വിശ്രമത്തിൽ ആ വ്യക്തി എങ്ങനെയെല്ലാം ആക്ഷൻ എടുക്കണം, എങ്ങനെയെല്ലാം പ്രവർത്തിക്കണമെന്ന് ആലോചനയിലാണ്. എല്ലാറ്റിൽ നിന്നും അകന്ന് നിന്ന് ആ വ്യക്തി ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. അടുത്തത് 2 of Swords ആണ്. 2 of Swords എന്ന് പറഞ്ഞാൽ 2 ചോയ്സ് ഉണ്ട്. അതിൽ നിന്നും നിങ്ങളെ സെലക്ട് ചെയ്ത് ആ വ്യക്തി നിങ്ങളെ തന്നെ എതിർക്കുന്നവർ എതിർത്തോട്ടെ, തടസ്സങ്ങൾ ഉണ്ടായാലും ഇനി മുന്നോട്ട് തന്നെ, പിന്നോട്ടില്ല. അപ്പം 2 ചോയ്സും ഉണ്ട്. അതിൽ നിന്നും ആ വ്യക്തി ചാരിയറ്റ് മനഃശക്തി കൊണ്ട് ഒരു ഉറച്ച തീരുമാനം എടുത്ത് മുന്നോട്ട് വരികയാണ്. അടുത്തത് സ്ട്രെങ്ത്താണ്. നിങ്ങൾ ആ വ്യക്തിയുടെ സ്ട്രെങ്ത്താണ്. മാനസികമായും എല്ലാതരം സ്ട്രെങ്ത്തും ആത്മവിശ്വാസവും ധൈര്യവും എല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് നിങ്ങളാണ്. ആ വ്യക്തിയുടെ നിങ്ങളുടെ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിശക്തമാണ്. ആർക്കും തകർക്കാൻ പറ്റുന്നതല്ല നിങ്ങളുടെ ബോണ്ടിങ്. ആ വ്യക്തി അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. എന്ത് തടസ്സമുണ്ടെങ്കിൽ മുന്നോട്ട് തന്നെ ആ ധൈര്യം ആ വ്യക്തിക്ക് കിട്ടിയിരിക്കുന്നു. ആ വ്യക്തി ഒരു നിയന്ത്രണം എല്ലാം കിട്ടിയിരിക്കുന്നത് ആന്തരിക ശക്തി, ആത്മവിശ്വാസം, സ്വാധീനശക്തി, നിങ്ങൾ കൊടുത്ത ആ ഒരു ധൈര്യം, അതെല്ലാം ആ വ്യക്തി ഓർക്കുകയാണ്. ഇതുവരെ നിങ്ങൾക്ക് തരാത്ത സ്നേഹം എല്ലാം തരണം. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മുന്നോട്ടേക്ക് തന്നെ, പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ, ഞാൻ മുന്നോട്ട് തന്നെ തീരുമാനിച്ചിട്ട് ആ സ്ട്രെങ്ത്തോടു കൂടി ആ വ്യക്തി വരികയാണ് നിങ്ങളിലേക്ക്. ആഴത്തിലുള്ള അവരുടെ മനസ്സിനെ ശക്തമാക്കുന്നു. ഇമോഷൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിശക്തമാക്കുക, ആർക്കും തകർക്കാൻ കഴിയില്ല. ആ വ്യക്തിനെ ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുമെന്നാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത്. മറ്റാർക്കും കഴിയില്ല. ഒരു സൗമ്യഭാവത്തോടു കൂടെ ആ സിംഹത്തിനെ മെരുക്കുന്ന ഒരു സ്ത്രീയെ കണ്ടില്ലേ, അതുപോലെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വേറെ ഒരാൾക്കും കിട്ടാത്തൊരു കെമിസ്ട്രി. അത്രയും സ്നേഹം കൊണ്ട് എങ്ങനത്തെ വ്യക്തിയെയും കീഴടക്കാം എന്ന് പറയില്ലേ, അതുപോലെ അത്രയും സ്നേഹത്തിൽ കീഴടങ്ങുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന ഒരവസ്ഥ. അടുത്തത് ക്യൂൺ ഓഫ് സോഡാണ്. ക്യൂൺ ഓഫ് സോഡ് എന്ന് വെച്ചാൽ
ഒരു സത്യസന്ധനായ ഒരു വ്യക്തിയാണ്. വ്യക്തതയോടും ബുദ്ധിയോടും കാര്യം നിറവേറ്റുന്ന ഒരു വ്യക്തിയാണ്. തർക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട്, പക്ഷെ അതൊരു സ്ഥലത്ത് നടക്കട്ടെ, അതിൻ്റെ വഴിക്ക് വിട്ടിട്ട് മുന്നോട്ടേക്ക് തന്നെ. നിങ്ങളെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആ വ്യക്തി മുന്നോട്ട് തന്നെ. പലരും നിങ്ങളെ രണ്ട് വഴിക്കേക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇവിടെ. അപ്പം അടുത്തത് ഏസ് ഓഫ് വൺസ് ആണ്. ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ഏസ് ഓഫ് വൺസ് എന്ന് വെച്ചാൽ ഒരു പുതിയ തുടക്കം തന്നെ. നിങ്ങളുമായിട്ട് പരിശുദ്ധമായ പ്രണയമായിട്ടാണ് ആ വ്യക്തി കാണുന്നത്. ഒരു പുതിയ തുടക്കം ആണ് ആ വ്യക്തി കൊതിക്കുന്നത്. നിങ്ങളെന്ന ഫാഷന് ആ വ്യക്തി നേടുക തന്നെ. എന്ത് തടസ്സം വന്നോട്ടെ, എതിർക്കുന്നവർ ഒരുപാട് പലരും എതിർക്കുന്നുണ്ടെങ്കിലും എതിർക്കുന്നവർ എതിർക്കട്ടെ, തടസ്സങ്ങൾ ഉണ്ടായാലും ഇനി പിന്നോട്ടില്ല എന്ന് പറഞ്ഞാൽ അതന്നെ പുതിയ, അതിനു വേണ്ടിയുള്ള പുതിയ വഴി തിരയുന്നുണ്ട്. സ്നേഹം പുതുമയോടുകൂടെ ആണ് ഏസ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ. പുതിയ പഴയതെല്ലാം ഉണ്ടായ സംഭവം എല്ലാം ഓർക്കുക പോലും വേണ്ട, പുതിയൊരു നിങ്ങളുമായിട്ടൊരു പുതിയൊരു സ്നേഹം വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു, അതാണ് ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. അടുത്തത് സൺ കാർഡാണ്. ഒരു പുതിയ അത്രയും ഊർജവും എനർജിയും ആണ് അനുഭവപ്പെടുന്നത്. സൺ കാർഡ് എന്ന് പറഞ്ഞാൽ അത്ര ഇത് ദൈവികമായ കണക്ഷനാണ്, അത്ര അട്രാക്ഷനാണ്, തമ്മിൽ ഊർജ്ജസ്വലമായ ഒരു ആകർഷണമാണ്. പക്ഷെ രണ്ടുപേരും രണ്ട് ഹൃദയങ്ങളും പരസ്പരം ആകർഷിക്കുന്നു. ഈ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും മനസ്സുകൾ തമ്മിൽ ഒന്നാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റൊരാൾക്കും സ്ഥാനമില്ല, മറ്റൊരാൾക്കും ആ സ്ഥാനം കൊടുക്കാൻ പറ്റില്ല. അപ്പം രണ്ടുപേരും ചിന്തിക്കുന്നതും ഒന്ന് തന്നെയാണ്. ഒരു യൂണിവേഴ്സ് നൽകിയ വിലമതിക്കാത്തൊരു ഗിഫ്റ്റാണ് എന്നാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അത്രയും പ്രശസ്തമായ ഒരു ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് ആ വ്യക്തിയുടെ മനസ്സ് പറയുന്നത്. എന്ത് റിസ്ക് എടുത്തിട്ടായാലും നിങ്ങളിലേക്ക് തന്നെ വന്ന് നിങ്ങളെ നേടാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഇതാണ് ടു ഓഫ് വൺസ്. ടു ഓഫ് വൺസ് എന്ന് വെച്ചാൽ നിങ്ങളെന്ന പാഷനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. അടുത്തത് ഹെർമിറ്റ്. ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ അന്വേഷിക്കുകയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു കണക്ഷനെ പറ്റിയിട്ട്. സൺ കാർഡിലാണ് വന്നിരിക്കുന്നത്. അപ്പം വളരെ സോൾ ടു സോൾ കണക്ഷനാണ്. അതിൻ്റെ ഊർജ്ജസ്വലമായ ഒരു പ്രണയമാണ് അത്. ആ വ്യക്തി തന്നെ ഹെർമിറ്റ് റാന്തലുമായിട്ട് ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ എന്താണ് ഇത്രയും ഒരു അട്രാക്ഷൻ. ഈ വ്യക്തി മറ്റേ ലോകത്ത് എത്ര പേരുണ്ട്, പക്ഷേ ഈ വ്യക്തിയോട് എന്താണ് എനിക്ക് ഇത്രയും ഒരു കണക്ഷൻ, എന്താണ് അതിൻ്റെ ഒരു ഇത്. ഒരു തരത്തിലും വേണ്ടാന്ന് വെച്ചാലും പറ്റില്ല. എന്താണ് ഇതിൻ്റെ ഒരു ബോണ്ടിങ്ങിൻ്റെ ശക്തി എന്നാണ് ആ വ്യക്തിയുടെ ഉള്ളിലും ആ വ്യക്തിയുടെ മനസ്സോട് തന്നെ ചോദിക്കുകയാണ്, എന്താണ് ഈ വ്യക്തിയായിട്ട് എനിക്ക് ഇത്രയും ഒരു ആകർഷണം, മറ്റൊരാളോടും തോന്നാത്തൊരു ആകർഷണം എനിക്ക് എന്താണ് ഈ വ്യക്തിയോട് മാത്രം നിന്ന് ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ അന്വേഷിക്കുന്ന ഒരു ദുർഗാമാതാവാണ്. ദുർഗാമാതാവ് പറയുന്നത് നിങ്ങൾ ഒന്നു ചേരേണ്ടവരാണ്. ഇവിടെ സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സോൾമേറ്റാണ്. നിങ്ങൾ ഇതുവരെയും അനുഭവിച്ച ടെൻഷനും ഒന്നും വേണ്ട, നിങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കോളൂ എന്നാണ് ദുർഗാമാതാവ് പറയുന്നത്.
The timing just won't right for us. നമ്മുടെ സമയം ശരിയായിരുന്നില്ല. I feel you leaving me behind. നീ എന്നെ വിട്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. It's time for me to heal now. ഇപ്പോൾ വേദന മറക്കാൻ കഴിയുന്നു. I feel you even though we are apart. നമ്മൾ പിരിഞ്ഞാലും എനിക്ക് നിന്നെ ഓർമ്മ വരും. എം തൃശ്ശൂർ, ചി മലപ്പുറം, തിരുവോണം കൊല്ലം, കൊല്ലം ഐ, പോലീസ് ജർമ്മനി, എസ് ആലപ്പുഴ, ആലപ്പുഴ തൃക്കേട്ട, ഉത്രാടം സോൾമേറ്റ്, പൂരാടം ട്വിൻ ഫ്ലെയിം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഇതാർക്കെല്ലാം റെസിനേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.